ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കോഴിക്കോട്ടയാണ്. അതായത് ഒരു സ്പെഷ്യൽ കോഴിക്കോട്ടയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഫില്ലിങ് വരുന്നത് ചിക്കൻ വെച്ചുള്ളൊരു മസാലയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ല 4 മണിക്കൊരു പലഹാരമായിട്ടൊക്കെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസിയാണ് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. റെഡിയല്ലേ നിങ്ങൾ? എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ 2.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇടിയപ്പം, പത്തിരി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. അടുത്തത് നമ്മളിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ ചിക്കനാണ് 200 ഗ്രാം. അത് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി കൂട്ടി വേവിച്ചതാണ്. ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം കുനുകുനെ അരിഞ്ഞതുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഉണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ 2 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അരിപ്പൊടി ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2.5 കപ്പ് ചൂടുവെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. വെള്ളം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. അത് അരിപ്പൊടി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അരിപ്പൊടിയുടെ ആ ഒരു എത്രമാത്രം വെള്ളം കുടിക്കുന്നതനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയോ. നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. നമുക്കിത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കുറച്ചുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ അത് കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറുന്നോടം വരെ ഒന്ന് അടച്ചു വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട്, ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മസാല റെഡിയാക്കാം. ഇതാ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ അതിൻ്റെ എല്ലൊക്കെ മാറ്റി നമ്മളൊരു അത് എല്ലാം ഊരി എടുത്തിട്ട് ഒരു മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫില്ലിങ് നന്നായിട്ട് കോഴിക്കോട്ടയുടെ ഫില്ലിങ് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് മൂക്കുന്നോടെ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യമൊക്കെ ഒന്ന് ഇതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. കളറൊക്കെ അത്യാവശ്യം മാറി വന്നതുകൊണ്ട് നമുക്ക് ഈ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു 15 സെക്കൻഡ് ഇളക്കി കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു സവാളയായിട്ട് എടുത്തിട്ടുള്ള കുനുകുന അരിഞ്ഞതാണത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. നമുക്ക് ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ വേവിച്ചതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടിക്കകത്തും ഉപ്പിട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ മസാല റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. ഇതൊന്ന് നമുക്കിനൊന്ന് വാടുന്നോടം വരെ നമുക്കൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
സവാളയിൽ അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറച്ചെടുത്തോ കേട്ടോ ചിക്കൻ മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും നമുക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം അത്യാവശ്യം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതും ഫുള്ളായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതുപോലെ ഇളക്കി കൊടുക്കുക. ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്കാണ് കേട്ടോ. ചിക്കൻ വേവിച്ച സ്റ്റോക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ കൂട്ടി നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നമ്മുടെ അതിൻ്റെ ഫില്ലിങ് നന്നായിട്ടൊരു ജ്യൂസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മുടെ മാവൊക്കെ ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കുറച്ച് ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കുക. നമുക്ക് ഏത് സൈസിലുള്ള കോഴിക്കോട്ട വേണം അതിനനുസരിച്ചുള്ള മാവ് എടുക്കുക. നമുക്ക് കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കുറച്ച് വെള്ളം എടുത്ത് അത് കയ്യിലൊന്ന് തൊടുകയാണെങ്കിൽ നമുക്ക് ഒട്ടും കയ്യിലൊട്ടി പിടിക്കാതിരിക്കും. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒട്ടി പിടിക്കത്തില്ലെങ്കിലും തീരെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് നടുക്ക് കുറച്ച് കുഴി വരുന്ന രീതിയിൽ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് 1 ടേബിൾ സ്പൂൺ, നമ്മളിവിടെ 1 ടേബിൾ സ്പൂണാണ് വെക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന കോഴിക്കോട്ടയുടെ അളവിനുള്ള ഫില്ലിങ് നമ്മൾ എടുത്തോണം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം. കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കുക. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ രണ്ടാമത്തെ റെഡിയാക്കി എടുക്കുകയാണ്. അത് നേരത്തെ പോലെ തന്നെ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. കയ്യിൽ വെച്ച് ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ നടുക്കൊരു കുഴി വരുന്ന രീതിയിൽ നമുക്ക് ആ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇതെടുത്തിട്ട് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എടുത്ത് വെക്കുക. എന്നിട്ട് ഷേപ്പാക്കി മറ്റേതിൻ്റെ കൂടെ തന്നെ വെക്കുക. ഇതിൻ്റെ കൂടെ തന്നെ വെക്കുക. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. മൂന്നാമത്തെ വെച്ച് നമുക്ക് അങ്ങനെ മൊത്തം നമ്മളെടുത്ത 2.5 കപ്പ് അരിപ്പൊടിക്ക് നമുക്കിവിടെ 16 കോഴിക്കോട്ട കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത പരിപാടി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇഡ്ഡലി തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുക. എല്ലാം നമ്മൾ അതിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടപ്പ് വെച്ച് മൂടി നമുക്ക് മാക്സിമം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കോഴിക്കോട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചൂടാറുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം കോഴിക്കോട്ടയുടെ ചൂടൊക്കെ മാറി നമുക്ക് ഒരെണ്ണം പോലും പൊട്ടിപ്പോകാതെ നമ്മളെല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ചുമന്ന മറ്റേ വറ്റൽ മുളക് അരച്ചത്, ചെറിയ ഉള്ളിയും കൂടി കൂട്ടി അരച്ചത് നമ്മൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അല്ലേ. അപ്പം നമ്മുടെ ചിക്കൻ കോഴിക്കോട്ട് ഞാനിവിടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാനിങ്ങളൊന്ന് പൊട്ടിച്ച് കാണിക്കാവേ. ഉണ്ടോ,
നല്ല ഫില്ലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മുളകും കൂടെ കൂട്ടി എണ്ണത്തിടാം. മുളകിൻ്റെ ആവശ്യമില്ല ശരിക്കും, കട്ടൻ ചായ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം കൊഴുക്കട്ട തന്നെ ഒന്ന് അത് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. മുട്ട പുഴുങ്ങിയത് പോലെ ഉണ്ടല്ലേ. നല്ല സോഫ്റ്റ് കേട്ടോ. ചിക്കൻ്റെ മസാല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി മസാലയാണ്, ചെറിയൊരു സ്പൈസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുളകിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ എടുത്തതിൻ്റെ പേരിൽ കുറച്ച് മുളകും കൂടെ കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുറത്തെ മാവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടൻ ചായയും കൂടെ. മുളക് കൂട്ടുമ്പോൾ വേറൊരു ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ മുളകിൻ്റെ ഒട്ടും ആവശ്യമില്ല, അല്ലാതെ നമുക്ക് കഴിക്കാം. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്ത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.